ക്രിസ്തീയതയുടെ അകക്കാമ്പിൽ തിരിച്ചുവരവുകളും വീണ്ടെടുപ്പുകളും ഒക്കെ വളരെ പ്രാധാന്യമുള്ള അനുഭവങ്ങളും ശീലങ്ങളുമാണ് റിപ്പയർ ആൻഡ് റിക്കൺസീലിയേഷൻ. മനുഷ്യനും ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാനേറെ പ്രത്യേകിച്ച് നോമ്പുകാലത്ത് നമ്മൾ ബദ്ധശ്രദ്ധരുമാണ്. എന്നാൽ അപ്പോൾ പോലും നമ്മൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട്, പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം. അതുകൊണ്ടാണ് എക്കോളജിക്കൽ കൺവേർഷൻ, ഒരു പാരിസ്ഥിതിക നവീകരണം നമ്മളുടെ ജീവിതത്തിൽ വേണമെന്ന് പറയുന്നത്. മാർക്കോസ് സുവിശേഷം ഈശോയുടെ മരുഭൂമി അനുഭവത്തെ വിവരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പറയുന്നത് ഈശോ വന്യമൃഗങ്ങളുടെ ഇടയിലേക്ക് എറിഞ്ഞു കൊടുക്കപ്പെട്ടു എന്നാണ്, എഗ്ബാലേൻ. ഇതൊരു സംഘർഷാവസ്ഥയായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷാവസ്ഥകൾ വർദ്ധിക്കുന്നു, കാടും നാടും തമ്മിലുള്ളതും. അപ്പോഴെല്ലാം ഇതൊരു സാമൂഹിക പ്രത്യാഘാതങ്ങളുള്ള വിഷയങ്ങളാണെങ്കിലും ചില വീണ്ടും വിചാരങ്ങൾക്ക് കൂടി ഇത് വഴി തെളിക്കുന്നുണ്ട്. നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ ആദിമ സൗന്ദര്യം നമ്മൾ എത്രമാത്രം നഷ്ടപ്പെടുത്തി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തിരിച്ചുവരവുകൾക്കുള്ള ക്ഷണം കൂടിയാണിത്, ആൻഡ് എക്കോളജിക്കൽ കൺവേർഷൻ. ആ വീണ്ടും ആദിമ സൗന്ദര്യത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട്, വന്യമൃഗങ്ങളുടെ ഇടയിലേക്ക് നമ്മളെറിയപ്പെട്ടതും അവ നമ്മളുടെ ഇടയിലേക്ക് എറിയപ്പെട്ടതുമായിട്ട് വേണം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാനായിട്ട്.